കുശുമ്പ് അസൂയൊക്കെ ഉള്ള മനുഷ്യന്മാരെ കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. പക്ഷേ ഇത് പല ടൈപ്പിലുണ്ട് കേട്ടോ. ചിലതൊന്നും അത്ര അപകടം പിടിച്ചായിരിക്കില്ല, ചിലതൊക്കെ ഭയങ്കര അപകടമായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ളവരിൽ ആർക്കൊക്കെയാണ് കുശുമ്പുള്ളതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. എന്നാൽ മാത്രമേ ഓരോരുത്തരുടെ ഒറിജിനൽ മുഖം മനസ്സിലാവുള്ളൂ. അസൂയ എന്ന് പറയുന്നത് ചെറിയൊരു സാധനമല്ല കേട്ടോ. തീ വിറകിനെ ചാരമാക്കുന്ന അതേപോലെ സ്പീഡിൽ നമ്മുടെ സന്തോഷത്തെ സമാധാനത്തെ ഇല്ലാതാക്കാൻ ഈ അസൂയ കൊണ്ട് പറ്റുന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം നമ്മൾ ഇന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സൗഭാഗ്യങ്ങളെ നമ്മൾ രഹസ്യമാക്കി സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അസൂയ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില മനുഷ്യന്മാരുണ്ട്. അവരാണ് ഏറ്റവും വലിയ അപകടം. അവരുടെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യ സൗഭാഗ്യങ്ങളൊക്കെ പടച്ചോൻ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം നന്നായി മറ്റുള്ളവരോട് പെരുമാറുകയൊക്കെ ചെയ്യും. അവർക്ക് താഴെയുള്ളവർ അവർ നന്നായി പരിഗണിക്കും, സ്നേഹിക്കും, സഹായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർ നല്ല മനുഷ്യരാണെന്ന്. അവരുടെ ഒറിജിനൽ മുഖം കാണണമെങ്കിൽ അവരെക്കാൾ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്ന് കാണുമ്പോൾ അവരുടെ സ്വഭാവവും മാറും. അവർ നമ്മളെ അവഗണിക്കാനും തുടങ്ങും. ശത്രു ലിസ്റ്റിൽ നമ്മളെ അവർ പെടുത്തും എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെ തോന്നിപ്പിച്ചിട്ട് നല്ല പണിയും തരുന്നവരുണ്ട്. എന്നാൽ ചിലരുടെ പെരുമാറ്റം കണ്ട അസൂയാണെന്ന് തോന്നുമെങ്കിലും അത് അസൂയല്ല കേട്ടോ. അതെങ്ങനെ തിരിച്ചറിയാമെന്നറിയോ? അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിരിക്കും നമുക്ക് കിട്ടിയത്. അതല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് പല അനുഗ്രഹങ്ങളും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാനോ അഭിപ്രായം പറയാനൊന്നും ചിലപ്പോൾ പറ്റണമെന്നില്ല. എന്നാലും ഇവർക്ക് കുശുമ്പില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ആ നേട്ടങ്ങളെക്കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ അഭിപ്രായം പറഞ്ഞു വന്ന് സന്തോഷം കാണിക്കുന്നുള്ളതാണ്. അതേസമയം കുശുമ്പുള്ള ആളുകളുണ്ടല്ലോ, നമ്മുടെ ആ സന്തോഷമുള്ള കാര്യം അവർ അറിഞ്ഞതായിട്ടേ ഭാവിക്കില്ല. പകരം നമ്മുടെ വിഷമങ്ങളെക്കുറിച്ച് ചോദിച്ച് നമ്മളെ വേദനിപ്പിക്കുന്നുള്ളതാണ്. പിന്നെയുണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു അസൂയ കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്ന ശവങ്ങളാക്കി കളയുന്ന അസൂയ എന്ന് പറയും. കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന അസൂയ കേട്ടോ. അതായത് മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഉണ്ടാവുന്ന അസൂയ. അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. ഇവരുടെ പ്രത്യേകതയാണ് സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും ഒക്കെ നശിക്കുമ്പോഴും സമാധാനം ഇല്ലാണ്ടാവുമ്പോഴും ഇവരിങ്ങനെ നല്ലവരായിട്ട് മറ്റുള്ളവരെ മുഴുവൻ പഴിചാരി നടക്കുന്നുള്ളതാണ്. പിന്നെ ഉണ്ടല്ലോ, ഒട്ടും കുശുമ്പില്ലാത്തവരുടെ പ്രത്യേകത എന്നാണെന്നറിയോ? അവർ നമ്മളെ കാണുമ്പോൾ നമുക്കുണ്ടായ ആ നേട്ടത്തെക്കുറിച്ച് അവരിങ്ങനെ വാചാലമായിട്ട് സംസാരിക്കും. നമുക്ക് തോന്നും അവർക്കാണോ കിട്ടിയത് അതോ നമുക്കാണോ കിട്ടിയതെന്ന് സംശയം തോന്നും എന്നുള്ളതാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ വിഷമങ്ങളില്ലാത്തത് കൊണ്ടല്ല. ചിലപ്പോൾ ഇവർ അനുഭവിച്ചേക്കുമ്പോൾ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവർക്കൊരു മനസ്സുണ്ട്, ഞാൻ അനുഭവിച്ച പോലെയൊന്നും മറ്റാരും ഇനി അനുഭവിക്കേണ്ട അവസ്ഥ വരരുതെന്നുള്ളൊരു മനസ്സ്. അനുഭവങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചിലരെ മനുഷ്യരാക്കി മാറ്റും, ചിലരെ പിശാചിനെ പോലെയാക്കും.